Namaskaram. Welcome to Geeta's Bhakti Geetam. One day, one slogam. 327th day. Today, 17th sloga of 5th chapter. For details, please see the description box. Geeta's Bhakti Geetam. ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 327 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഓം തത്സത്. വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം ശീതാതപ പരിക്ലിഷ്ടോ നിരാഹാര പിപാസയാ. വാത്യരൂപധരോ നിത്യം ധാവാൻ ദശദിശോന്തര ശീതാതപ പരിക്ലിഷ്ടോ നിരാഹാര പിപാസിത. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ദുന്ദുകാരി മഹാപ്രേതമായി ഭവിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ അവസ്ഥ വിവരിക്കുകയാണ്, ആ പ്രേതത്തിൻ്റെ അവസ്ഥ. വായുരൂപത്തിൽ ധരിച്ച അവൻ ആ ചുഴലിക്കാറ്റിൻ്റെ രൂപം ധരിച്ച അവൻ 10 ദിശകളിലും നടുവിലായിട്ട് ചുറ്റിത്തിരിഞ്ഞു. ഭക്ഷണമില്ലാതെ നിരാഹാരനായിട്ട് ഭക്ഷണമില്ലാതെ ശീതവും ഉഷ്ണവും സഹിച്ചുകൊണ്ട് ദാഹം സഹിച്ചുകൊണ്ട് ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ 10 ദിശകളുടെയും മധ്യത്തിലായി പരിതപിച്ചു എന്നാണ് പറയുന്നത്. ആ ആത്മാവായി ദുഷ്ട ആത്മാവായിട്ട് ശാന്തി ലഭിക്കാതെ ഇരുന്നാൽ ആ ആത്മാവിനുണ്ടാവുന്ന ക്ലേശങ്ങളാണ് ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നത്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല, അറിവുള്ളവർ പറഞ്ഞ് മഹാത്മാക്കൾ എഴുതിയിട്ടുള്ളതാണ്. ഒരു ആത്മാവ് ദുഷ്കർമ്മം ചെയ്ത് നശിക്കുന്ന ആത്മാവിന് ശാന്തി ലഭിച്ചില്ലെങ്കിൽ അത് വളരെയേറെ കഷ്ടപ്പെടും. അതിന് ശരീരമില്ലല്ലോ എന്ന് കരുതരുത്, യാതനാ ശരീരമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് തനിക്കൊട്ട് ഒന്നും പ്രവർത്തിക്കാനും സാധിക്കുകയില്ല. എന്നാൽ തനിക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നും ഉണ്ടാകും. ദാഹം, വിശപ്പ് ഇതൊക്കെ ആ ആത്മാവിനുണ്ടാകും എന്നാണ് പറയുന്നത്. ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ട് ഉഷ്ണവും ശീതവും സഹിച്ചുകൊണ്ട് ആ 10 ദിശകളിലേക്കും നീങ്ങുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥലത്തും ഇല്ലാതെ നടുവിൽ കിടന്ന് ഒരു ചുഴലിക്കാറ്റായിട്ട് ദുന്ദുകാരി വളരെയേറെ പരിതപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം വാത്യരൂപം കാറ്റിൻ്റെ രൂപം, ചുഴലിക്കാറ്റിൻ്റെ രൂപം, നിത്യം എല്ലാ ദിവസവും ദശദിശോന്തരം 10 ദിക്കുകളിലും ശീതതപ പരിക്ലിഷ്ടോ നിരാഹാര പിപാസിത. 10 ദിക്ക് 4 തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക്, പിന്നീട് അതിൻ്റെ ഇടയിലുള്ള ഈശാനമൂല, അങ്ങനെയുള്ള 4 ദിക്കുകൾ, മേലെ താഴെ, ഇങ്ങനെയാണ് 10 ദിശകൾ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം ശീതാതപ പരിക്ലിഷ്ടോ നിരാഹാര പിപാസിത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ.